പറയണേ, നിന്റെ ലൈഫ് എങ്ങനെ പോകുന്നു? 3-4 വർഷം ഗൾഫിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി 2 പെങ്ങന്മാരെ പഠിപ്പിച്ച് അവരെ കല്യാണം കഴിപ്പിച്ച് അയച്ചു. കയ്യിൽ ഒരു പൂക്കച്ചള ഇല്ലാത്ത സമയത്ത് ഉണ്ടായിരുന്ന അച്ഛനും അമ്മയാണ്. അവരെ കൊണ്ടുവന്ന് വൃദ്ധസദനത്തിലും ആക്കി. ഇപ്പം കാശൊക്കെ വന്ന് വീടൊക്കെ വെച്ചപ്പോൾ അവരെ തിരിച്ച് വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. ഇപ്പം അവരെന്നെ കല്യാണം കഴിപ്പിക്കാൻ നടന്നു. ഒരു പെങ്കൊച്ചിനെ കണ്ടുപിടിച്ച് എൻ്റെ പടലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി കല്യാണം കഴിഞ്ഞ് നടന്നു കഴിഞ്ഞിട്ട് പറയാം എന്തോ ആയി തീരുമെന്ന്. ശരിക്കും പറഞ്ഞാൽ നീയാണ് ഭാഗ്യവൻ. പടപണ്ടാരം പോലൊരു വീട്, അവിടെ ഒറ്റയ്ക്കൊരു ജീവിതം, സുഖമല്ലേ? എന്തോ വീടാളിയാ, എന്തോ വീട്. സത്യം പറഞ്ഞോണ്ടല്ലോ, ഞാൻ കൂട്ടിലെ കിളിയ. ഈ വീടൊക്കെ കണ്ടില്ലേ? അവളുടെ പേരില്ല വീടും പറമ്പും മൊത്തം അവളുടെ പേരില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഈ വീട്ടിലൊരു കാവൽ പട്ടിയാണ്. അവള് പൈസ അയച്ചു തരും. ഞാനിങ്ങനെ ഇവിടുത്തെ ചിലവും കാര്യങ്ങളൊക്കെ നോക്കി വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് അവളെ അങ്ങനെ അങ്ങ് പോവാ മുമ്പോട്ട്. മനസ്സിനൊരു സന്തോഷമില്ല അളിയാ. ഭരണമാളിയാ അവള്, ഭയങ്കര ഭരണം. ഓഹ്, അളിയൻ്റെ പെണ്ണുമ്പുള്ള ജോലിയുണ്ടോ? അവൾക്ക് ജോലിയൊന്നുമില്ല. അതൊരു നാട്ടിൻപുറത്തുകാരി, ഒരു പാവം, ഒരു പൊട്ടിക്കൊച്ച്. വീഡിയോ കോളി കൂട്ടുകാരനെ കാണിക്കേ. എങ്ങനെ വീഡിയോ കോൾ ചെയ്യാൻ? വാട്സപ്പില്ല, ഫേസ്ബുക്കില്ല, ഇൻസ്റ്റാഗ്രാമില്ല, യൂട്യൂബ് പോലും അവളുടെ ഫോണിലുണ്ടോ എന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട്. എടാ, എനിക്കിപ്പോൾ 10-35 വയസ്സായി. എനിക്ക് തോന്നുന്നു എന്നെക്കാട്ടി ഒരു 10-15 വയസ്സിന് എളുപ്പമാവുള്ളൂ. ഒരു പൊട്ടിക്കാളിപ്പുള്ളൂ. അളിയൻ ഭാഗ്യവാനളിയാ. അങ്ങനെയൊക്കെയുള്ള പിള്ളേരെ ഈ ജനറേഷന് കിട്ടാൻ പാടാം. ഇപ്പം അതെൻ്റെ പേടി. കല്യാണം കഴിഞ്ഞിട്ടറിയാൻ എന്തായി തീരുമെന്ന്. ആയിക്കോട്ടെ, എന്തായാലും ഞാൻ കല്യാണം വിളിക്കാൻ വന്നതാണ്. നീ അവളെ വിളിക്കാം, വീഡിയോ കോളി ഞാൻ നേരിട്ട് പറയാം. എൻ്റെ പൊന്നളിയെ ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോയില്ലേ. വീടും വെച്ച് കയ്യിലോട്ട് ചാവിയും തന്നിട്ട് പോയ പോക്കാ അവൾ. ഈ വീട്ടിലോട്ട് എൻ്റെ കൂട്ടുകാരോ ആരെങ്കിലും ബന്ധുക്കളോ എല്ലാം വരുന്നതെന്ന് അവൾ അറിഞ്ഞുകൊണ്ടല്ലോ എന്നെ കൊന്നു നോക്കുവളിയാ. അത് മാത്രമല്ല, കൂട്ടുകാർ ചേർന്ന് ഒരുമിച്ചിരുന്ന് വെള്ളം അടിച്ചെന്നെങ്ങാണ് അവൾ അറിഞ്ഞ. ഞാൻ മദ്യപിക്കുന്ന അവൾക്ക് ഇഷ്ടമല്ല. അവൾക്ക് ചെറിയ രീതിയിൽ സംശയരോഗമൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് എൻ്റെ ലൈഫ് അത്ര സുഖകരമല്ല. അതുകൊണ്ട് അളിയൻ ആവശ്യമില്ലാത്ത പണിക്കൊന്നും നിൽക്കണ്ട. ഞാൻ പറഞ്ഞോളാം എന്നെ ഇങ്ങനെ ഫോൺ ചെയ്തായിരുന്നെന്ന്. അല്ലെങ്കിൽ അവളെ വിസയിൽ വിട്ടാൻ ഊട്ടിങ്ങ് വരും കേട്ടോ. അതാരാടാ നീ പറഞ്ഞു ഇങ്ങോട്ടാരും വരത്തില്ലെന്ന്? ഫുഡ് വല്ലതും ഓർഡർ ചെയ്തായിരുന്നു അളിയൻ? ഫുഡ് ഓർഡർ ചെയ്തായിരുന്നോ? അടിച്ച പെരുപ്പിലാണ് ഓർഡർ ചെയ്തോ? ഓ, അവൾ അവിടെ നിന്ന് ഓർഡർ ചെയ്ത് കാണും. എനിക്ക് ഈ വീടിൻ്റെ വെള്ളിലോട്ട് ഇറങ്ങാൻ പോലും അനുവാദമില്ല അളിയാ. സത്യം പറഞ്ഞാൽ രാവിലെ കുളിക്കുകയോ ഒരുങ്ങുകയോ കിടന്നുറങ്ങുകയോ തിന്നുകയോ, ഇത് തന്നെ പരിപാടി. ഞാൻ പോയി എടുത്തോളേ. എന്തോന്ന് ചെയ്യത്തില്ല, എന്തിനീ ആവശ്യമില്ലാതെ ഓർഡർ ചെയ്യുന്നേ. എന്തുവാടാ? വന്ന് ഫുഡ് വന്നോ? അതൊന്ന് പറയാ. അവള് വന്നോ? ആര്, നിന്റെ ഭാര്യ? എടാ കോപ്പ, അവള് കണ്ട പ്രശ്നം. അങ്ങോട്ട് കേറ്. ആ കുപ്പി എടുക്ക്. കുപ്പി ആ കുപ്പി എടുത്തോണ്ട് കട്ടിലിന്റെ കീഴിൽ കയറാ. നീ പോ. അയ്യോ, ഇതാരിത്? ഇതെന്താ ഒരു മുന്നറിയിപ്പില്ലാതെ പെട്ടെന്ന് ഒന്നും പറഞ്ഞില്ലല്ലോ.
എന്തു എല്ലാം ഓക്കെ അല്ലേ? എല്ലാം സെറ്റായിട്ടിട്ടുണ്ട്. എന്ത് ഞാൻ കണ്ടുപിടിക്കത്തില്ലെന്ന് വിചാരിച്ചോ? എന്തിനാ എന്നോട് മറച്ചു വെച്ചത്? എന്ത് മറച്ചു വെച്ചെന്ന്? എന്ത് എന്നോട് മറച്ചു വെച്ചു? ഞാനൊന്നും മറച്ചു വെച്ചിട്ടില്ല, കാര്യം പറ. ഞാൻ കാണില്ലെന്ന് വിചാരിച്ചോ? എന്നോടൊന്നും അറിയണ്ടേ ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും? എന്തുവാ ഞാൻ അറിയണ്ടേ? അത് പൈസ ഉണ്ടാക്കാൻ മാത്രം മതിയോ എന്നെ? കാര്യം പറഞ്ഞല്ലേ അറിയാത്ത മതിയോ? അടിക്കല്ലേ. എന്തിനാ വീശെടുത്തേ? അത് ഞാൻ ഡ്രമ്മർ ക്ലീൻ ചെയ്തോണ്ടിരുന്നപ്പോൾ തുമ്മി, അപ്പോൾ പെട്ടെന്ന് കയറി പോയി ഡ്രമ്മർ. അപ്പോൾ ഇവിടെയൊക്കെ പോയി കൊള്ളാം, പക്ഷെ കുറച്ചുകൂടെ ചെറുപ്പമായി. ആറ് എരിപ്പാ കിടക്കുന്നത്? എൻ്റെ എരിപ്പാ. വെളിയിൽ കിടക്കുന്നതോ? പുതിയ എരിപ്പാ. പൈസ എവിടുന്നാ? കൂട്ടുകാരൻ ഗിഫ്റ്റ് തന്നേ. ഗിഫ്റ്റ് തന്നോ? കൂട്ടുകാരൻ തന്നെയാ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ. സൈസ് വലിയ സൈസ് ആണല്ലോ. വലിയ സൈസ് ഞാനിങ്ങനെ കയറ്റിയിടും, മുമ്പോട്ട് ഇങ്ങനെ കയറ്റിയിടാം. എന്തൊരു വ്യത്യസ്തമായിട്ടുള്ള മണം. ഫിനോയിലിന്റെ ആയിരിക്കും. ഞാൻ ഈ റൂമും ബാത്റൂമും എല്ലാം ഫിനോയിലിട്ട് തുടച്ച് വൃത്തിയാക്കി ഇട്ടേക്കുമല്ലേ. ഫിനോയിലിന്റെ അല്ല, ആൽക്കഹോൾ കൂടിയ ഫിനോയിലാ. ആൽക്കഹോൾ കൂടിയ ഫിനോയിലാ. അങ്ങനെ ഞാൻ വൃത്തിയാക്കി ഇട്ടേക്കുമല്ലേ. ആൽക്കഹോൾ കൂടിയ ഫിനോയിൽ അല്ല, ഇത് ആൽക്കഹോളിന്റെ മണം. അപ്പൊ ബിവറേജ് ഉണ്ട് അപ്പുറത്ത്, പുതിയ ബിവറേജ് വന്നു. അവിടെ നിന്ന് ആൾക്കാർ പൊട്ടിച്ച് മദ്യം കുടിക്കുന്നതിന്റെ മണം ഇങ്ങോട്ട് ഇങ്ങനെ അടിക്കുന്നുണ്ട്. ഈ ഏരിയയിലെ എല്ലാ വീട്ടിലും ഉണ്ട് ഇങ്ങനെ. എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ. കാറ്റടിച്ച് വരുവാ, മൊത്തം സെറ്റാണ്. കാറ്റടിക്കാൻ ജനലൊക്കെ അടച്ചിട്ടേക്ക് വന്നല്ലോ, പിന്നെ എങ്ങനെ കാറ്റടിക്കും? തെക്കൻ കാറ്റ് ഇങ്ങനെ കയറി സഖ്യപർവ്വതം വഴി കയറി കറങ്ങി അടിച്ച് നമ്മുടെ ഈ ഏരിയ വന്നിട്ടൊരു ലാൻഡിങ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള പൊടി ഇങ്ങനെ അടിച്ച് ഇങ്ങനെ കയറി ഇവിടെ ലാൻഡ് ചെയ്യാൻ വേണ്ടി തെക്കൻ കാറ്റ് അടിക്കും. സഖ്യപർവ്വതം അങ്ങനെ ഉണ്ട്. അപ്പൊ വൃത്തിയാ ഫുൾ വൃത്തിയാക്കി ഇട്ട്. അവിടെ മാത്രം തുടച്ചിട്ടില്ല. അവിടെ ആ ഒരു 3 തട്ട് തുടയ്ക്കാനുണ്ട്. അവിടുത്തെ 3 തട്ടോടെ കംപ്ലീറ്റ് ആകും. പിന്നെ ഇവിടുത്തെ ഒരു 4 തട്ടോടെ തുടയ്ക്കാനുണ്ട്. ഇതൂടെ ആകുമ്പോഴത്തേക്ക് ഫിനിഷ് ആവും പരിപാടി. പിന്നെ എൻ്റെ മണ്ട 2 എണ്ണം കൂടെ ആകുമ്പോഴത്തേക്ക് സെറ്റ്. കാലേ പൊടി കാണുക ചിലപ്പം ഒരു 3 നേരം തുടച്ചു, എന്നാലും കുറച്ചുകൂടെ ഒന്ന് വൃത്തിയാക്കാനുണ്ട്. ഒരു 4 നേരം ഡെയിലി തുടയ്ക്കും. ഇത് എൻ്റെ കൂടെ വീടല്ലയോ? വീട് എന്റേതാ, നീ എന്റേത്. എടുക്ക്. എനിക്ക് ചെറിയൊരു നടുവിന് വേദനയുണ്ട്. എടുക്കണോ അത് കറക്കിയും കൂടെ വേണം. കണക്കെടുക്കാൻ എന്നെ എടുക്കാതെ. കണക്കെടുക്കാൻ കഴിഞ്ഞ ജനുവരി മുതൽ ഇപ്പൊ വരെയുള്ള കണക്കുകൾ എടുക്കുക. എന്നാ പിന്നെ ആ റൂമിലോട്ട് പോയി ഫ്രഷ് ആവും. വേണ്ട, ആദ്യം പൈസ കണക്ക്, എന്നിട്ട് മതി. ഞാനേ അധ്വാനിച്ച് അയച്ചു തരുന്നത്. എടുക്കാം. ഓയ്, ഞാൻ ഈ റൂമിലോട്ട് വെച്ചേക്കാൻ പറ്റും. ചെറുക്കൻ കണക്ക് ചോദിച്ചു തുടങ്ങി. ദൈവമേ, അതെ ഇവിടെ മുതല 2024 കണക്കെ. പച്ചക്കറിയോ? പച്ചക്കറി. അത് പച്ചക്കറി അല്ല, ഇത് വാങ്ങിക്കത്തില്ലല്ലോ ഇവിടെ. ഫുഡൊക്കെ ഞാൻ ഓർഡർ ചെയ്ത് തരുവാന്നല്ലോ. അല്ല, എന്നാലും ഇടയ്ക്ക് ഇച്ചിരി ഡയറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പം ക്യാരറ്റ്, ക്യാബേജ്, ബ്ലൂടൂത്തോ? ക്യാബേജ്. പാല് 150. പാലെന്തുവാ? പാല് പിന്നെ അമ്മയ്ക്ക് വയ്യാതായപ്പോഴത്തേക്ക് 150 കവർ പാലോ? 150 കവറല്ലത്, വെറും 150. ഇത് അതേ മേടിച്ചിട്ടുള്ളൂ. ഞാൻ 150 മേടിച്ചിട്ടുള്ളൂ. അതായത് 150 രൂപയ്ക്ക് പാല് മേടിച്ചു. എന്തിനു വാങ്ങിച്ചു? ആറ്റുകാൽ അമ്പലത്തിലെ പൊങ്കാലയ്ക്ക് ഞാൻ വെളിയിലൊരു കലം വെച്ചിട്ട് പാൽപ്പായസം നടത്തിയായിരുന്നു. അമ്മയ്ക്ക് വയ്യ. അമ്മയ്ക്ക് വയ്യെങ്കിൽ അമ്മയുടെ പൈസ വാങ്ങിച്ചോണം. ഞാൻ തരുന്നതല്ല. ഞാൻ അമ്മയ്ക്ക് പൈസ സെപ്പറേറ്റ് ഇട്ട് തരാറുണ്ടല്ലോ. ഇട്ട് തരാറുണ്ട്, പക്ഷെ ഞാനത് എൻ്റെ കയ്യിലുണ്ട്. കടുക് 1 കിലോ കടുക? 1 കിലോ കടുകല്ല, അത് പ്രാവിന് കൊടുക്കാൻ വേണ്ടി മേടിച്ചത്. അരി കൊടുത്തിട്ട് കഴിച്ചില്ല, അതുകൊണ്ട് പിന്നെ കടുക് കൊടുത്തപ്പോൾ അത് കഴിച്ചായിരുന്നു. കടുക് കൊടുത്തപ്പോൾ കഴിച്ചു. അപ്പോൾ ഞാൻ 1 കിലോ കടുക് മേടിച്ച് പ്രാവിനെ എല്ലാം കൂടെ ഇട്ട് കൊടുത്തു. കുരുമുളക് 20 കിലോ കുരുമുളക്. 20 കിലോ ബുൾസൈഡ് മണ്ട കിട്ടുന്ന ബുൾസൈഡ് മണ്ടയ്ക്ക് 20 ഗ്രാം എന്ന് എഴുതിയേക്കുന്നത്. KG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമല്ല. KG എന്ന് പറഞ്ഞാൽ ഗ്രാമല്ല, പക്ഷെ അത് പൊക്കുവാണെങ്കിൽ ആക്കാൻ വേണ്ടിയിട്ട് ഇത് 20 ഗ്രാം എഴുതിയേക്കുന്നത്. ചാണകം എടുത്ത വക. ആർക്ക് ചാണകം എടുത്ത് നിങ്ങള്? ഗാർഡൻ പണിയാ. ഇവിടെ ഗാർഡൻ ഇല്ലല്ലോ. ഗാർഡൻ ഇല്ല, ഗാർഡൻ ഉണ്ടാവുമല്ലോ. ഗാർഡൻ ഉണ്ടാവത്തില്ലേ? അപ്പോൾ ആ മണ്ണെല്ലാം കൂടെ മിക്സ് ചെയ്ത് ചാണകം മിക്സ് ചെയ്ത് ഇട്ടേക്കും. അപ്പോൾ ചെടി നടന്നു ഇനി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 750 ഒരാളെ വെച്ച് എല്ലാം കൂടെ ചെയ്താലും. സ്റ്റാർ എന്തോ? സ്റ്റാർ ക്രിസ്മസ് സ്റ്റാറോ? സ്റ്റാർ എന്ത്? സ്റ്റാർ പിള്ളേരെടുത്തോണ്ട് പോയി.
അപ്പൊ ക്രിസ്മസ് ട്രീയോ? സ്റ്റാർ എടുക്കാൻ വന്ന പിള്ളേർ ക്രിസ്മസ് ട്രീ എടുത്തോണ്ട് പോയി. 3500 രൂപയുടെ ക്രിസ്മസ് ട്രീ പിള്ളേർ എടുത്തോണ്ട് പോയി. നോക്കി നിങ്ങൾ നിന്നു. നോക്കി എന്നിട്ട് സ്റ്റാർ എടുക്കാൻ വരുമ്പോൾ ക്രിസ്മസ് ട്രീയും പോകുമല്ലോ. അപ്പൊ പുൽക്കൂടും പിള്ളേർ എടുത്തോണ്ട് പോയി കാണും. പുൽക്കൂട് സ്വാഭാവികം. ക്രിസ്മസ് ട്രീ എടുക്കുമ്പോൾ പുൽക്കൂട് പിന്നെ വെറുതെ വെച്ചിട്ട് പോകും. വെറുതെ വെക്കത്തില്ലല്ലോ അവിടെ. അത് പുൽക്കൂട് എവിടെ പോയെന്ന് ഇപ്പൊ പറഞ്ഞു. പുൽക്കൂട് കോഴിക്കോട്ട് പോയി. കോഴിക്കോട്ടാണല്ലോ ഇതിന് ഈ പുൽക്കൂട്. ഈ ക്രിസ്മസ് ട്രീ ഇത് അടുത്ത കണക്ക് പറ. മുടി വെട്ടിയത് 1200 രൂപ. അപ്പാച്ചിക്കട്ടാ ചെയ്തത്. അപ്പോൾ എനിക്കത് ഇവിടെ വന്നപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഒന്നുകൂടെ പോയപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉടക്കൊക്കെ 4 പേരാ വെട്ടി. ഒരാൾക്ക് 300 രൂപ ചെയ്തു. 3 12. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഞാൻ ട്രിമ്മർ എടുത്ത് ഓണാക്കി വെച്ചത് തുമ്മ വടിച്ചാൽ കള ഉണ്ടെങ്കിലല്ലേ വെട്ടു. ഭയങ്കര കൂടുതലാ. ടെക്സ്റ്റൈൽസ് ഞാൻ പാൻറ്റീസ് മേടിച്ചായിരുന്നു എനിക്ക് വേണ്ടിയിട്ട്. വി ഷേപ്പുള്ള പാൻറ്റീസ്. എന്തിന് ഇടാൻ? നിങ്ങൾക്ക് പാൻറ്റീസാ? എനിക്ക് ചട്ടിയൊന്നും ഇല്ലല്ലോ. കഴിഞ്ഞ വർഷം മേടിച്ച ചട്ടിയല്ലേ. ചട്ടി മൊത്തം കീറി. ഈ 2500 രൂപയുടെ ചട്ടി ഇടേണ്ട കാര്യമൊന്നുമില്ല. അതിന് മാത്രം ഒന്നുമില്ല. ഈ ചട്ടി ഇടാതെ വെള്ളോട്ട് പോകാൻ പറ്റുമോ? ഇനി ഇടണ്ട. ഇടാതെ എങ്ങനെയാ പോകുന്നത്? അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ശരിയാവത്തില്ല. പാലിട്ടുണ്ട് പോകും. പാലിട്ടുണ്ട് പോയാലും എങ്ങനെ ശരിയാവുന്നത്? സിബില്ലേ? സിബ് കുടുങ്ങത്തില്ലേ? പിന്നെ ഭയങ്കരമാണ്. എന്ത് മിനറൽ വാട്ടർ കുടിക്കാൻ? അപ്പം ബോർവെല്ല് കുടിക്കാൻ വേണ്ടി ഞാൻ 1.5 ലക്ഷം രൂപ അയച്ചു തന്നായിരുന്നല്ലോ. കുഴിച്ചു. അതിനകത്ത് വെള്ളം കുടിക്കാതെ എന്താ? അടുത്ത വെള്ളം കുടിച്ചതിനകത്ത് മിനറൽസ് ഇല്ലല്ലോ. മിനറൽസ് ഉള്ള വെള്ളമല്ലേ കുടിക്കുന്നത്. അതില്ലേ മിനറൽ വാട്ടർ മേടിക്കുന്നത്. അപ്പൊ ഗ്യാസ് 4000 എന്തോ? ഗ്യാസിന് 4000. അത് എങ്ങനെ ഒപ്പിക്കണ്ട? ഗ്യാസിന് 4000 വെള്ളം തിളപ്പിച്ചു. ഇനി കിണറ്റിലെ വെള്ളം നിങ്ങൾ കുടിക്കത്തില്ലല്ലോ. കിണറ്റിലെ വെള്ളം കുടിക്കില്ല. പക്ഷേ മിനറൽ വാട്ടർ ഞാൻ തിളപ്പിച്ച് കുടിക്കും. മിനറൽ വാട്ടർ തിളപ്പിച്ച് കുടിക്കും. കറക്റ്റ് കണക്കാ. അപ്പൊ ചുരുക്കി പറഞ്ഞപ്പോ എത്ര ഉണ്ട് കയ്യിൽ? ഇനിയിപ്പോൾ 4000 രൂപ ഉണ്ട്. 35,000 രൂപ തന്ന വകയില് ഇനി 4000 രൂപയേ ഉള്ളു ബാക്കി. മുടിപ്പിക്കാനാ എന്നെ അല്ലയോ? മുടിപ്പിക്കാനാ. അതിന്റെ ബാക്കി ഇങ്ങോട്ട് തന്നാൽ മതി. അത്രേ ഉള്ളൂ. ബാക്കി ഞാൻ പൈസ തന്നേക്കാം കേട്ടോ. ഡ്രസ്സ് മാറ്റ പെട്ടി ഇവിടെ വെച്ചേ. പെട്ടി ആ റൂമിലാണ്. അതെടുത്ത് ഇങ്ങോട്ട് നോക്കി ഇവിടെ ഡ്രസ്സ് മാറുന്നു. ഈ റൂമിലോട്ട് കയറണ്ട. ആ റൂമിലോട്ട് പോകും. ആ റൂമാ സൂപ്പർ റൂം. ഈ റൂമിലേ കയറുന്നുള്ളൂ. ഈ റൂമിലെ ബെഡ്ഷീറ്റ് ഒക്കെ പൊടിയാ. ആ റൂമിലെ നല്ല ഫ്രഷ് സാധനം. തുടച്ചെന്ന് പറഞ്ഞതോ? തുടച്ചെന്ന് പറഞ്ഞ സത്യം ഞാൻ പറയട്ടെ. ഈ റൂം തുടച്ചിട്ട് 3-4 ദിവസമായി. ആ റൂം ഇന്നലെ കൂടെ തുടച്ചോളൂ. എന്തിനാ? 1/2 മണിക്കൂർ റൂമേ തുടച്ചത്. എനിക്ക് ഈ റൂമിൽ കയറിയാൽ മതി. ഈ റൂമിൽ കയറല്ലേ? എന്തിനാ ഇത്ര വാശി? ആ റൂമിലോട്ട് പോയേ. എനിക്ക് ഈ റൂമിൽ കയറണം. എന്ത് ഇത്? ആ റൂമിലോട്ട് പോകും. എനിക്ക് ഇവിടെ കയറിയേ പറ്റത്തുള്ളൂ. ആ ചെല്ല് കയറി കൊടുക്കുക. അടി മുതൽ മുടി വരെ കാണണ്ട്. പോ കയറി പോ. ആ റൂമിൽ പോ. കഷ്ടമുണ്ട്. ഇല്ല, എനിക്ക് ഇവിടെ കയറിയാൽ മതി. എന്തൊരു യാത്രയായിരുന്നു. എന്താ ഇതൊക്കെ ലോക്കാന്നോ? എന്തായാലും ഇവിടെ എത്തിയത് തന്നെ സമാധാനം. ക്ഷീണമൊന്നുമില്ലേ? എനിക്കേ ഉള്ളു ഇവിടെ ക്ഷീണമുള്ളത്. ഒത്തിരി ജോലി ചെയ്ത് കാണും അല്ലേ? ഞാൻ എന്തായാലും ഒന്ന് കുളിക്കട്ടെ. എന്താ? ഒന്നും ഇല്ല. ഞാൻ കുറച്ചു നേരം കൂടി ഈ ഡ്രസ്സിൽ ഒന്ന് കണ്ടോട്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇഷ്ടപ്പെട്ടോ? ഞാൻ മോളിൽ പോയപ്പോ വാങ്ങിച്ചതാ. ഇഷ്ടപ്പെട്ടോ? സൂപ്പർ കളർ ആണോ? എങ്കിൽ പിന്നെ എൻ്റെ ഡ്രസ്സ് ഒന്ന് മാറട്ടെ. എനിക്ക് കുളിച്ചേ പറ്റൂ. ഇവിടെ ചൂടണോ അത്ര നിർബന്ധമാണോ? അതെന്താ? ഒന്നില്ല. മിസ് ചെയ്തോ? മിസ് ചെയ്യാതെ പിന്നെ. തമാശക്കാരൻ അങ്ങോട്ട് കേറിയേ. അയ്യോ, അത് സത്യമാണ് കേട്ടോ. ഞാനേ ഇവിടുന്ന് പോയതിനു ശേഷം 4-5 ദിവസം ഓഫീസിലേ പോയിട്ടില്ല. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്താ? എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് ഓടി വന്നതാ. ഇനി 1 വർഷം ഞാൻ അങ്ങ് നിർത്തിയാലോ എന്ന് ആലോചിക്കുക. എന്താ? പല്ല് അകൽച്ച ഉണ്ടോ? ഓ, കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല. ഇല്ലല്ല. എന്തോ നോക്കുന്നേ? കാലിലെ ക്യൂടെക്സ് സൂപ്പറാ. മുഖത്തെക്കാട്ടിലും എനിക്ക് ഇഷ്ടപ്പെട്ട തൻ്റെ കാല. അടിപൊളി. പോ അങ്ങോട്ട്. നിങ്ങളുടെ ഒരു സ്നേഹം, അതെല്ലാം നിങ്ങളുടെ സ്നേഹം കൊണ്ട് തോന്നുക. ഞാൻ എന്തായാലും ഒന്ന് കുളിക്കട്ടെ. എന്താ ഇവിടെ വെച്ച് കൂടണമെന്ന് ഇത്ര നിർബന്ധമാണോ? ഇങ്ങോട്ട് വന്നിരുന്നേ. ഇങ്ങോട്ട് വന്നിരുന്നേ, കുറച്ച് സംസാരിക്കട്ടെ. ഞാൻ ഇങ്ങനെ ഇരിക്കും. എന്താ പ്രശ്നം? ഇത് എൻ്റെ വീട്, എൻ്റെ സ്ഥലം, എൻ്റെ കട്ടിൽ. ഞാൻ ഇങ്ങനെ ഇരിക്കും. എന്താ പ്രശ്നം? എന്താ?
ഒരു ദിവസം ഇവിടെ ഒരു ജോത്സ്യര് വന്നായിരുന്നേ. ജോത്സ്യര് ഈ വീട്ടിൽ കയറിയിട്ട് ഈ റൂം കണ്ടിട്ട് പറഞ്ഞു, ഈ റൂമിൽ സ്ത്രീയും പുരുഷനും ഒരു കാരണവശാലും ഈ കട്ടിൽ ഇരിക്കാൻ പാടില്ലെന്ന്. എന്താ? വാസ്തുപുരുഷന് കേടാണ്. അതായത് നമ്മുടെ ഈ റൂമിലെ ഈ വാസ്തുപുരുഷന്റെ കുണ്ടി വലുതാ. അതുകൊണ്ട് ഈ കുണ്ടി ഈ കട്ടിൽ ടച്ച് ചെയ്ത് നിൽക്കുക. അതുകൊണ്ട് ഈ കട്ടിലിന്റെ അറ്റത്ത് ഒരു ആണിയുണ്ട്. നമ്മൾ ഇരിക്കുമ്പോൾ വാസ്തുപുരുഷന്റെ കുണ്ടിയിൽ കിച്ചോ കിച്ചോ കയറും. ഞാൻ ഇരുന്നിട്ട് കിഴിയുന്ന കുണ്ടിയാണെങ്കിൽ അങ്ങ് കിഴിഞ്ഞോട്ടെ. നിങ്ങൾ ഇങ്ങോട്ട് വന്നിരുന്നേ. സാരമുണ്ട്. വാസ്തുപുരുഷന് വേദനിച്ച് കഴിഞ്ഞാൽ ഇവിടെ മൊത്തം പൊട്ടും. ഞാൻ ഉൾപ്പെടെ വെളിയിൽ പോണ്ടി വരും. ഇവിടെ വന്നിരിക്കാൻ. ഇതെന്താ ഇത്? ഇങ്ങനല്ല, ചാടിയിരി, എന്നാലേ റൊമാൻറ്റിക് ആവൂ. സൂക്കേടാന്നോ വാശിയാന്നോ? എന്തിനാ ഇങ്ങനെ മതി? വേണം, പോയിരി. വാസ്തുപുരുഷന്റെ കുണ്ടി ഇന്ന് പഞ്ചറാക്കാം നമുക്ക്. ചെല്ലേ, ചാടി വരണേ. 1 2 3 come on. അകത്തോട്ട് പിടിച്ചോ വാസ്തുപുരുഷ. എന്താ പോ അങ്ങോട്ട്, ഞാൻ പോയി ഫ്രഷ് ആവട്ടെ. നിങ്ങൾക്കേ എന്തൊക്കെയോ കള്ളത്തരം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എൻ്റെ അടുത്ത് കള്ളത്തരം കാണിക്കുന്നെങ്കിൽ ഞാൻ ശരി. എന്താ ഇതെന്തിനായിട്ട് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുന്നേ? ഇതിനി തറയെ വീഴണം, കുനിയണം, പൊക്കണം, ഇതുകൊണ്ട് അകത്തോട്ട് പോണം, കാണണം, ഞെട്ടണം. ഇനി കണ്ടോണ്ടിരിക്കുന്നവൻ നിന്നെ കെട്ടണം. മനസ്സിലായില്ല? ഇതൊക്കെ വലിയ സിനിമയ്ക്ക് നടക്കുന്നേ. അതിന്റെ ആവശ്യം ഉണ്ടോ? അതിന്റെ ഒരാവശ്യമില്ല. ഇത് തോളെ കിടക്കും. കളിച്ചോണ്ടിരിക്കണ്ട. എന്ന് ഞാൻ കുളിക്കട്ടെ. എന്റെ ദൈവമേ, ഇത്രയും പൊക്കാൻ റെഡി ആയിട്ടിരിക്കുവാന്ന് ഈ പെണ്ണിങ്ങോട്ട് വന്നേ. സ്റ്റൗ പുതിയത് മേടിച്ച് കണ്ടായിരുന്നോ? കണക്കി പറയാത്തൊരു പുതിയ സാധനം, പുതിയ സ്റ്റൗ, സർപ്രൈസ്. റൂമിന് ആദ്യമേ ഇറങ്ങുക. കുറച്ചേരം കൊണ്ട് ഇരുന്നിരുന്നെങ്കിൽ എന്നെ ഇവിടത്തെ നടക്കായിരുന്നു. അമ്മേ, കഷ്ടമായത്. എങ്ങനെയുണ്ട് സ്റ്റൗ? ഇത് പഴയ സ്റ്റൗ ആണല്ലോ. പഴയ സ്റ്റൗ ആണെന്ന് ഞാൻ പറഞ്ഞത്. പുതിയ സ്റ്റൗ ആണെന്നല്ലേ എന്നോട് പറഞ്ഞേ? പഴയ സ്റ്റൗ പുതിയത് തുടച്ചു വെച്ചേക്കുവാന്ന് ഞാൻ പറഞ്ഞത്. ഇത് കാണിക്കാനാണ് എന്നെ വിളിച്ചോണ്ട് വന്നത്. താൻ പോയപ്പോഴേ ഒരു റംബുത്താൻ കുഴിച്ചിട്ടായിരുന്നു. അത് കിളിച്ച് കണ്ടില്ലായിരുന്നു? പൂത്തുരഞ്ഞ് നിൽക്കുവോ? 1 വർഷം കൊണ്ടോ? 1 വർഷം കൊണ്ട് ചന്ദനമായി നിൽക്കുവോ? അത് ചന്ദനോ? ഇത് കളവായി നിൽക്കുവോ? അത് കളവോ? ഒരു കളവക്കുറിയായിട്ട് നിൽക്കുവന്നത്. കളവക്കുറിയോ? റംബുത്താൻ പൂത്തുരഞ്ഞ് നിൽക്കും. ഒന്ന് പോയി നോക്കി. തയ്യോ? തയ്യല്ല, റംബുത്താൻ. അതിനിപ്പോ ഞാൻ എന്ത് വേണം? അതെ, വീടിനകം മാത്രം നോക്കിയാൽ പോരാ, പുറത്ത് വൃത്തിയുണ്ടോ നോക്കണം. അല്ലെങ്കിൽ ഞാൻ പണിയെടുത്തില്ലെന്ന് പറയും. പോയി നോക്ക്, പോ. വയ്യ, എനിക്ക് കുളിച്ച് ഫ്രഷ് ആയേ പറ്റൂ. എനിക്ക് ഒന്നിനും വയ്യ. അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല. അല്ലെങ്കിൽ ഞാൻ ഇവിടെ പണിയെടുത്തില്ലെന്നേ പറയത്തുള്ളൂ. പുറത്ത് വൃത്തികളെ പോയി നോക്കാം. ഷെടാ, ഇങ്ങോട്ട് ഇറങ്ങടാ. അവളെ ഞാൻ വെളിയിലോട്ട് പറഞ്ഞു വിട്ടെന്ന്. ഇന്നത്തെ ബിയർ എന്ത് ചെയ്യണം? ഞാൻ അടിച്ച് അതിന്റെ ഇടയ്ക്കൂടെ അതങ്ങ് കൂച്ചല്ലോ. എന്റെ കൊമ്പ വീർത്ത് കഴിഞ്ഞാൽ കട്ടിന് പൊങ്ങി പൊങ്ങി പോകും. ഒരെണ്ണമുണ്ടല്ലോ. നിക്ക്, എവിടാന്നോ ദൈവമേ. ഇങ്ങോട്ട് പോടാ. എന്ത് പോടാ ഈ പെരുത്ത വണ്ണം. അവിടെ എന്ത് ക്ലീൻ? ഒരു ക്ലീനും അല്ല. എന്തൊരു വൃത്തിയുടെ മൊത്തം കരിയിലയാ. കരിയിലയാണോ? ശിശിരകാലമല്ലേ? ഓ, ശിശിരകാലമേ മനസ്സിൽ ഇത് ഷർട്ടാ? ഇതിന്റെ ഫോട്ടോ എനിക്ക് വാങ്ങിയതിന് മുമ്പ് അയച്ചു തന്നില്ലല്ലോ. ഇതെന്റെ ഷർട്ട്, പുതിയ ഷർട്ടാ. കണക്കിനകത്ത് ഈ ഷർട്ടിന്റെ ഇതില്ലായിരുന്നല്ലോ. കണക്കിനകത്ത് ഷർട്ട് ഇല്ല, പക്ഷെ പുതിയ ഷർട്ട് ഞാൻ മേടിച്ചു സർപ്രൈസ് ആയിട്ട്. നീ എന്തെങ്കിലും വരുമ്പോൾ ഇട്ടുകൊണ്ട് നമുക്ക് വെളിയിൽ പോകാൻ. ഈ ഷർട്ട് കൊണ്ട് കത്തിച്ചോളാം. ഇതെന്റെ സ്മെല്ലായിരുന്നു മൊത്തം. കൊണ്ട് കത്തിച്ചോളാം. ഞാൻ അറിയാത്ത ഒരു കാര്യം ഇവിടെ വേണ്ട. കത്തിച്ചാളെ നമുക്ക് വെളിയിൽ. കളാ കണ്ട് കള എനിക്ക് വേണ്ട. ഞാൻ ഈ ഷർട്ട് കത്തിക്കാൻ പോകുമ്പോൾ പാവ എന്ത് ചെയ്യും? കുളിക്കും. ഞാൻ വന്നിട്ട് കുളിച്ചാൽ മതി. അതെന്താ? ഞാൻ വന്നിട്ട് കുളിക്കണം, ഞാൻ വന്നിട്ട് ഡ്രസ്സ് മാറണം, ഞാൻ വന്നിട്ട് എനിക്ക് കുറച്ചു നേരം കൂടെ ഈ ഡ്രസ്സിൽ നിന്നെ കാണണം. കയ്യില്ലാത്ത കൊച്ചുകൾ, നാട്ടി കുറുങ്ങണത്തെ കുഞ്ഞ്, നാട്ടി കുറുങ്ങണത്തെ കുഞ്ഞ്, നാട്ടി. ഇഷ്ടായ? കയ്യാട് ഇവിടെ ഒരു കറുപ്പെന്താ? കണ്ടിട്ടില്ല? ഇല്ല. നാട്ടി
ഞാൻ ഡ്രസ് മാറട്ടെ? ഡ്രസ് ഞാൻ വന്നിട്ടേ മാറാവും. എന്റെ തലയെ പിടിച്ച് സത്യം ചെയ്യും. അമ്മ സത്യം, ഞാൻ വന്നിട്ടേ മാറത്തുള്ളൂ. അത്രേ ഉള്ളൂ. അമ്മ സത്യം ചെയ്യും. അമ്മ സത്യം. അച്ഛൻ സത്യം. ഉറപ്പാണേ? ബേബി അകത്തോട്ട് കേറി ഇരിക്ക്. ഞാൻ കാത്തിരിക്കും. തിരിക്കണം. എന്താ നോട്ടി പോ. കേറി വാ മോളെ. വരൂ. എങ്ങനെയുണ്ട് വീടൊക്കെ? കൊള്ളാം. കൊള്ളാല്ലേ? ഇവിടെ അങ്കിൾ ഒറ്റയ്ക്കാണോ? ഇവിടെ ഞാൻ ഒറ്റയ്ക്കല്ല, ഒരുത്തനോടുണ്ട്. പക്ഷെ അവൻ നമുക്കൊരു ശല്യമാവത്തില്ല. എനിക്കെന്തോ ഭയങ്കര പേടി പോലെ. എന്തിനാ പേടിക്കുന്നേ? ചാറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനൊന്നും അല്ലല്ലോ. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ? ഫസ്റ്റ് ടൈം അല്ലേ നേരിട്ട്, അതിൻ്റെ ഒരു പേടി. ആ, അതൊക്കെ സാരമില്ല. അതാണ് നമ്മുടെ ഹെവൻ. ടെൻഷനുണ്ട് മുഖത്ത്. ടെൻഷൻ അടിക്കല്ലേ. ബി കൂൾ. ചിൽ ബേബി, ചിൽ. അപ്പോൾ നമ്മൾ രണ്ടും മാത്രമേ ഉള്ളൂ. പേടിക്കണ്ട. കൊള്ളാം. അപ്പൊ ഇതല്ലേ തന്റെ പരിപാടി? നീ പോരും ഞാൻ അറിഞ്ഞോ? ഓ, ഞാൻ പറയാതെ വന്നതാ ഇപ്പൊ കുഴപ്പമായത്. പറഞ്ഞിട്ട് വരാടോ. അപ്പൊ എനിക്ക് ഈ സീനൊന്നും കാണാൻ പറ്റത്തില്ലല്ലോ. തനിക്ക് നാണം ഉണ്ടോണോ? ഷുഗർ ഡാഡി വീട്ടിലോട്ട് കാല് നീട്ടിയിരിക്കുമ്പോ അയാൾ എന്റെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവന്ന് എന്നെ കൂടെ കൂടുതലും പറയിപ്പിക്കരുത്. തനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഡിവോഴ്സ് എടുത്ത് ഞാൻ കൈ തരും. തനിക്ക് വെച്ചിട്ടുണ്ടോ? വെച്ചിട്ടുണ്ട്. ഓഹോ, അപ്പൊ ഇതാ രണ്ടും കൂടെ പരിപാടി. നീ ഇതാണല്ലേ എന്നോട് പോലും പറയാതെ ഗൾഫിൽ നിന്ന് വന്നത്? അത്ര നാളെ തുടങ്ങിയിട്ട്. അത് ഞാനൊന്ന് കണക്ക് നോക്കാൻ വന്നതാ. പിന്നെ ഞാൻ അങ്ങോട്ട് കുളിക്കാന്. സത്യം പറയടി, എന്നോട് ചോദിക്കുന്നു. ഞാൻ കൂട്ടുകാരനാ. എന്റെയോ? കല്യാണം പറയാൻ വന്നാ. അവിടെ കട്ടിലിന്റെ അടിയിൽ നിന്നാണോ കല്യാണം പറയുന്നേ? പട്ടി. അതിന് തനിക്ക് എന്നെ അറിയാമോ കല്യാണം പറയാന്? കുട്ടിയുടെ ഭർത്താവിൻ്റെ അടുത്ത്. അതിന് നിനക്ക് എന്നെ അറിയാടാ എന്റെ അടുത്ത് പറയാൻ? അതല്ല, അല്ല, റാമ്. എടാ രാമു, നീ ഒന്നും കാണുന്നില്ലടാ. ഞാൻ എന്തോ ചെയ്യാനാ ഷേക്സ്പിയർ സാറേ? ഇവിടെ ആൾക്കാർ വരുന്നു, ആൾക്കാർ പോകുന്നു. നമ്മൾ ചോദിക്കാൻ ആരാ ഇവിടെ? നമ്മൾ ഈ വീട്ടിലെ കാവൽപ്പട്ടിയല്ലേ സാർ? കൊച്ചമ്മ തുള്ളാൻ പറയുമ്പോൾ തുള്ളും, കൊച്ചമ്പ ഇരിക്കാൻ പറയുമ്പോൾ ഇരിക്കും. അത്ര തന്നെ നമ്മുടെ ജീവിതം. ഞാൻ തുടക്കട്ടെ സാറേ? നമ്മുടെ ജോലി നമ്മൾ ചെയ്യണ്ടേ? ഞാൻ സത്യം പറഞ്ഞ ഈ വീട്ടിൽ അതാണേക്കട്ടെ. തൻ്റെത് മറയ്ക്കാൻ വേണ്ടി എന്നെ കുറ്റത്തടിയാൻ ആവശ്യമില്ല. പുറകെ നിൽക്കുന്നവൾ ആരാ? ഈ ഷുഗർ ഡാഡിയുടെ ഷുഗർ കോട്ടഡ് ലേഡി ഏതാ? കാണിച്ചേ. ഇറങ്ങി 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 ഇങ്ങോട്ട് മാറിക്കടി. അവളൊരു പൊട്ടി പെണ്ണാടാ. വാട്സപ്പില്ല, ഇൻസ്റ്റഗ്രാമില്ല, ടെലഗ്രാമില്ല, ഫേസ്ബുക്കില്ല, ഒന്നും അറിയാത്തൊരു പൊട്ടി പെണ്ണ്. പക്ഷെ എനിക്ക് ടെൻഡറിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നു ചേട്ടാ. എടീ നീ അത് പിന്നെ ഫിനാൻഷ്യലി കുറച്ച് ടൈറ്റ് ആയപ്പം കല്യാണമൊക്കെ നടത്തണ്ടേ? ഓഹോ, ഇതിനായിരുന്നില്ലയോ കല്യാണം നടത്താൻ വേണ്ടി സ്വയം അധ്വാനിക്കാൻ ഇറങ്ങിയതാ? ചേട്ടനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ചതാ. ഞാൻ നടത്തിത്തരും നിങ്ങളുടെ കല്യാണം. സത്യം സത്യം. എന്നോട് ഈ ചതി വേണ്ടായിരുന്നടി. കാണിച്ചുതരാന് കാണിച്ചുതരാടി. എൻ്റെ പെണ്ണിൻ്റെ അടുത്ത് തന്നെ നിനക്ക് ടെൻഡർ അടിക്കണം അല്ലയോ? തന്തയുടെ പ്രായിലൊടക്കടാ. ഇറങ്ങടി. ഇന്ന് നിന്റെ തന്ത എടുക്കാൻ ചെല്ലില്ല. ഹെൽപ്പ് ചെയ്താ ചേട്ടാ. ഇങ്ങനെയൊന്നും ഹെൽപ്പ് ചെയ്ത് എല്ലാ കാര്യത്തിലും ഹെൽപ്പ് ഉണ്ടാവും ഇല്ലയോ? മുടിഞ്ഞ
നിന്നോട് എനിക്ക് സംസാരിക്കാൻ എന്തോ പതിവൃതേ എന്നെ ഒരു സംശയിച്ചാണല്ലോ മനുഷ്യ വൃത്തികെട്ട ഷുഗർ ഡാഡി. എന്തോ എന്ത് കയറാനാ നിങ്ങൾ കൂടെ കയറാം. രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ ഉള്ളൂ, കാണിച്ചു തരാം. ഒരു മിനിറ്റ്. ടെൻഷൻ അടിക്കണ്ട കേട്ടോ, ഒന്നും കേട്ട് പേടിക്കരുത്. മനുഷ്യ അയ്യോ അയ്യോ കാശുകാരുടെ ഓരോരോ തമാശകൾ നമ്മൾ പാവം പിടിച്ചവരെന്തോ ചെയ്യാനാ കൾച്ചറൽ സ്പീക്കിൾ.